ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ക്രിച്ച്ഓഫ് ലോയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ക്രിച്ച്ഓഫ് ലോ എന്താണ്, അതുപോലെ അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പുതിയൊരു ഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോണത്. ഈ മാഗ്നറ്റിക് ഫീൽഡും നമ്മുടെ ഇലക്ട്രിക് കറൻറ്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എങ്ങനെയാണ് സയൻറ്റിസ്റ്റുകൾ അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളത്? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ഭാഗമാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. അതായത് ഇലക്ട്രിക് കറൻറ്റിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ദ മാഗ്നറ്റിക് നീഡിൽ കുഡ് ബി ഡിഫ്ലക്റ്റഡ് ബൈ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് നിയറർ ടു ഇറ്റ്. അതായത് നമ്മളൊരു മാഗ്നറ്റിക് നീഡ്, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് നീഡിലിൻ്റെ അടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതൊരു കറന്റ് ക്യാരിങ് കണ്ടക്ടറാണ്. ഇതിൻ്റെ അടുത്ത് നമ്മളൊരു മാഗ്നറ്റിക് നീഡിൽ വെച്ചു. അപ്പോൾ ഈ മാഗ്നറ്റിക് നീഡിൽ നമുക്കറിയാം ഒരു നീഡിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടറിലുള്ള ഇതിൽ ഓൾറെഡി എന്തുണ്ട്, ഒരു കറന്റ് ഉണ്ട്, കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കറന്റ് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ മാഗ്നറ്റിക് നീഡിലിൽ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഷുഡ് ബി ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറന്റ്. അതായത് ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടറിലുള്ള കറന്റ് കാരണമാണ് ഇവിടെ നമ്മുടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത കാരണമാണ് നമുക്കിവിടെ മാഗ്നറ്റിക് നീഡിൽ ഒരു ഡിഫ്ലക്ഷൻ കാണിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് പറയാം ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടറും നമ്മുടെ ഈ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്ന് പറയാം. The relation between current in a conductor and the resulting magnetic field at a point is called Biot-Savart law. അതായത് ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടറിലുള്ള ഈ കറന്റും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഈ റിലേഷൻ കണ്ടുപിടിച്ചിട്ടുള്ളത് ബയോട്ട് ആൻഡ് സവാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സയന്റിസ്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ലോയെ, ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടറും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റും തമ്മിലുള്ള റിലേഷനെ നമ്മൾ ബയോട്ട്-സവാർട്ട് ലോ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ ബയോട്ട്-സവാർട്ട് ലോയെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം അത് നോക്കാം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ കൺസിഡർ ചെയ്തു. ഈ എ ബി എന്ന് കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ കറന്റ് ക്യാരിങ് കണ്ടക്ടർ. ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടറിലെ ഒരു സ്മോൾ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സ്മോൾ പോർഷൻ. അതായത് DL, ടോട്ടൽ ലെങ്ത് L ആണെന്ന് കൺസിഡർ ചെയ്യാം. അത് കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ ടോട്ടൽ ലെങ്ത് L ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ടോട്ടൽ ലെങ്ത് L ആവുമ്പോൾ നമ്മൾ അതിലുള്ള ചെറിയൊരു സെഗ്മെന്റ് മാത്രം ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ സെഗ്മെന്റ് നമ്മൾ DL ആയിട്ട് കൺസിഡർ ചെയ്തു. MN എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെഗ്മെന്റിന് നമ്മൾ DL ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി അതേപോലെ തന്നെ P എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് P is a point at a distance R from the middle point Q. ഈ Q എന്ന് കാണിച്ചിട്ടുള്ളത് ഈ DL എന്ന ലെങ്ത്തിലെ മിഡിൽ പോയിന്റ് ആണ് Q. ഈ Qയിൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R. P എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ പോയിന്റിനാണ് നമ്മൾ P എന്ന് പറഞ്ഞിട്ടുള്ളത്. Q എന്ന് പറഞ്ഞാൽ DL എന്ന് പറഞ്ഞ ഈ സ്മോൾ സെഗ്മെന്റിന്റെ സെന്റർ പോയിന്റ്. ഈ Qയും Pയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ R ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ DLഉം Rഉം തമ്മിലുള്ള ഈ ആംഗിളാണ് നമ്മുടെ തീറ്റ. അതാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് AB represent a conductor which is connected to a cell so that an electric current flows through it. MN is a very small segment. ഇതാണ് MN is a very small segment of length DL. ഈ DL എന്നുള്ള ലെങ്ത്തിലുള്ള ടോട്ടൽ ലെങ്ത് ആണ് നമ്മുടെ DL. ആ DLയിലുള്ള സ്മോൾ സെഗ്മെന്റ് ആണ് എന്ത് MN എന്ന് കാണിച്ചിട്ടുള്ളത്. P is a point at a distance R from the middle point Q of the segment. Theta is the angle between the segment DL and R. ഈ DLഉം Rഉം തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ബയോട്ട്-സവാർട്ട് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്. ഇനി നമ്മൾ പറയാൻ പോവാണ് ബയോട്ട്-സവാർട്ട് ലോ എന്താണ്, അതിനെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സ്റ്റേറ്റ്സ് ദാറ്റ് magnetic field dB produced by the elementary length DL of the current carrying conductor. അതിൽ പറയണത് മാഗ്നറ്റിക് ഫീൽഡ്, ഇപ്പം നമ്മൾ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് നീഡിലിന് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു
മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഇത് തന്നെയാണ് നമ്മുടെ ബയോട്ട് സവാർട്ടിൽ പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് DB, അതായത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാണ് എവിടെ, ഒരു കറന്റ് ക്യാരിയും നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ കറന്റ് ക്യാരിയും കണ്ടക്ടറിലെ ഈ സ്മോൾ സെഗ്മെന്റ്, ആ സ്മോൾ സെഗ്മെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രണ്ടും തമ്മിൽ എന്താണ്, ഈ കറന്റ് ക്യാരിയും കണ്ടക്ടറിലുള്ള സ്മോൾ സെഗ്മെന്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലൊരു റിലേഷൻ ആണ്. അപ്പൊ ആ റിലേഷൻ അത് ഇപ്പൊ ഈ നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ്, ആ മാഗ്നറ്റിക് ഫീൽഡ് കറന്റ് ക്യാരിയും കണ്ടക്ടറിലുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡ് ഏതിനൊക്കെയാണ് പ്രപ്പോർഷണൽ ആയിട്ടുള്ളത്, ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതാണ് നമ്മൾ പറയാൻ പോണത്. ബയോട്ട് സവാർട്ട് states that magnetic field DB produced by the elementary length DL of the current carrying conductor at the point P is. അപ്പൊ ഇത് ഏതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയാൻ പോവാണ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ കറന്റ് I. അതായത് ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടറിലൂടെ ഉണ്ടാകുന്ന കറന്റ് Iക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇതേപോലെ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ എലമെന്ററി ലെങ്ത് DL. പിന്നെ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ DL ആൻഡ് ലൈൻ ജോയിനിങ് ദ മിഡിൽ പോയിന്റ്. അതായത് കറന്റ് ക്യാരിങ് കണ്ടക്ടറിൽ ഉണ്ടാകുന്ന കറന്റിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, ലെങ്ത്തിന് DL എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെങ്ത്തിന്, എലമെന്ററി ലെങ്ത്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് സൈൻ ഓഫ് ദ ആംഗിൾ. ഈ ആംഗിളിന്റെ സൈനിന്, ആംഗിളിന്റെ സൈൻ പറയുമ്പോൾ ആംഗിൾ തീറ്റ ആണെങ്കിൽ സൈൻ ഓഫ് ദി ആംഗിൾ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ. അപ്പൊ സൈൻ തീറ്റയ്ക്കും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആർ ബിറ്റ്വീൻ ദ മിഡിൽ പോയിന്റ് ഓഫ് ദ സെഗ്മെന്റ്. അതായത് ഈ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. 3 ടേമിന് ഡയറക്ട്ലി പ്രപ്പോർഷണലും 6ന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. വെറും 6 മാത്രമല്ല, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അപ്പൊ അതായത് R² ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറന്റ് ആയിരുന്നു. അപ്പൊ DB എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, DB ഈസ് പ്രപ്പോർഷണൽ ടു I കറന്റ്, DB ഈസ് പ്രപ്പോർഷണൽ ടു DL സെക്കൻഡ് ടേം, DB ഈസ് പ്രപ്പോർഷണൽ ടു സൈൻ ഓഫ് ദ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സൈൻ തീറ്റ. DB ഈസ് പ്രപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, DB ഈസ് പ്രപ്പോർഷണൽ ടു 1/R² എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതി. ഇനി നമ്മൾ ഈ 4 ടേമിനും കൂടി ഒരുമിച്ച് എഴുതാണ്. അപ്പൊ മുകളിൽ ന്യൂമറേറ്ററിന്റെ ഭാഗത്ത് ഏതൊക്കെയാ വരിക, I, DL, സൈൻ തീറ്റ. ഡിനോമിനേറ്ററിൽ R² മാത്രം. അപ്പൊ അത് നമ്മൾ ഒരുമിച്ച് എഴുതി. അതിനുശേഷം നമ്മൾ ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ K എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് നമ്മൾ യൂസ് ചെയ്തു. വെർ K ഈസ് എ കോൺസ്റ്റന്റ്, ഇറ്റ്സ് വാല്യൂ ഈസ് 10⁻⁻⁷. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁻⁷ ആണ്. ഇൻ ഫ്രീ സ്പേസ് K ഈസ് റൈറ്റ് μ0/4π. ഒരു ഫ്രീ സ്പേസിലാവുന്ന സമയത്ത് ഈ K നമുക്ക് μ0/4π ആണെന്ന് കൺസിഡർ ചെയ്യാം. ഹിയർ μ0 ഈസ് കോൾഡ് ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതിൽ പറയുന്ന ഈ μ0യെ വിളിക്കുന്ന പേരാണ് എന്ത്, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് അതിന്റെ വാല്യൂ ആണ് 4π × 10⁻⁻⁷. അതുപോലെ അതിന്റെ യൂണിറ്റ് ആണ് Nm/A. ഇനി നമ്മളിവിടെ ഈ Kന്റെ സ്ഥാനത്ത് μ0/4π ഒന്ന് കൊടുത്തു നോക്കുകയാണ്. അപ്പൊ എന്താ വരിക, Kന്റെ സ്ഥാനത്ത് μ0/4π കൊടുത്തു. ബാക്കി എല്ലാ ടേമും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു. μ0/4π, μ0ന്റെ വാല്യൂ എന്താണ്, 4π × 10⁻⁻⁷ ആണ് അല്ലെ. അപ്പോ μ0ന്റെ സ്ഥാനത്ത് 4π × 10⁻⁻⁷/4π അതുപോലെ തന്നെ ഉണ്ട്. ബാക്കി ബ്രാക്കറ്റിലുള്ള ടേം അതുപോലെ തന്നെ. അപ്പൊ ഈ 4πയും 4πയും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക, 10⁻⁻⁷ ആണ് വരിക. അപ്പൊ ആ 10⁻⁻⁷ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബാക്കി ടേം അതേപോലെ തന്നെ. അപ്പൊ ഇതാണ് നമ്മള് DBക്കുള്ള ഇക്വേഷൻ. DB is equal to 10⁻⁷ I DL sin θ/R². ഇനി ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷോർട്ട് ആൻസറിൽ ചോദിക്കാറുണ്ട് 1 ടെസ്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണം. 1 ടെസ്ല എന്ന് പറഞ്ഞാൽ എന്താണ്,
1 ന്യൂട്ടൺ ഈ ന്യൂട്ടൺ പെർ ആംബിയർ എന്തിന്റെ യൂണിറ്റ് ആണ്? നമ്മുടെ ഇതിന്റെ യൂണിറ്റ്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ആണ് എന്ത്? ന്യൂട്ടൺ പെർ ആംബിയർ. അപ്പോൾ 1 ന്യൂട്ടൺ പെർ ആംബിയർ മീറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? 1 ടെസ്ല. അപ്പൊ 1 ടെസ്ല എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയാൽ മതി, 1 ന്യൂട്ടൺ പെർ ആംബിയർ ഇൻ മീറ്റർ. അതേപോലെ 10⁻⁻⁴ ടെസ്ല ഇസ് ഈക്വൽ ടു ഗോസ്. 10⁻⁻⁴ ടെസ്ല എന്ന് പറഞ്ഞാൽ 1 ഗോസിന് ഈക്വൽ ആണ്. 10⁻⁻⁴ ടെസ്ല ഇസ് ഈക്വൽ ടു 1 ഗോസ്. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. അതുപോലെ ബയോട്ട് സവാർട്ട് ലോ. ഈ ഇലക്ട്രിക് കറന്റും അതുപോലെ മാഗ്നറ്റിക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മൾ കറന്റ് കാര്യം കണ്ടിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ കറന്റ് കാര്യം കണ്ടക്ടറും അതിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അത് ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോണത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുകയാണ്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ തമ്പാണ് നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ. ബാക്കിയുള്ള ഈ ഫിംഗേഴ്സ്, ഇപ്പൊ ഈ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ്, ഈ ബാക്കിയുള്ള ഫിംഗേഴ്സ് എങ്ങനെയാണോ പിടിക്കുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ഡയറക്ഷൻ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇനി ഇങ്ങനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങനെയായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളിൽ പറയുന്നത്. ഇഫ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഹെൽഡ് ഇൻ ദ റൈറ്റ് ഹാൻഡ് വിത്ത് എ തമ്പ് പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറന്റ്, ദ റിമൈനിങ് ഫിംഗേഴ്സ് എൻസർക്ലിംഗ് ദ കണ്ടക്ടർ ഷോ ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളിൽ പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ അടുത്തായി നമ്മൾ പറയാൻ പോണത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കോയിൽ ക്യാരിയിങ് എ കറന്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കോയിൽ, അതായത് ഒരു കറന്റ് ക്യാരിയിങ് സർക്കുലർ കോയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു സർക്കുലർ കോയിൽ ഇവിടെ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ എ സിംഗിൾ ടേൺ സർക്കുലർ കോയിൽ. ഒരു സിംഗിൾ ടേൺ ആയിട്ടുള്ള സർക്കുലർ കോയിലാണ് കൺസിഡർ ചെയ്യുന്നത്. സർക്കുലർ കോയിൽ ഓഫ് റേഡിയസ് എ, സ്മോൾ ലെറ്റർ എ ആണ് ഇവിടെ. സാധാരണ റേഡിയസിനെ നമ്മൾ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ റേഡിയസിനെ എ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. കൺസിഡർ എ സിംഗിൾ ടേൺ സർക്കുലർ കോയിൽ ഓഫ് റേഡിയസ് എ ക്യാരിയിങ് എ കറന്റ് ഐ. അതായത് നമ്മളൊരു സർക്കുലർ കോയിൽ കൺസിഡർ ചെയ്തു. ആ സർക്കുലർ കോയിലിലെ റേഡിയസ് എന്താണ്? എ ആണ്. അതേപോലെ അവിടെ ഉണ്ടാകുന്ന കറന്റ് ഐ ആണ്. ഇനി നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്മോൾ സെഗ്മെന്റ് കൺസിഡർ ചെയ്യാണ്. അത് ഡി എൽ, സ്മോൾ സെഗ്മെന്റ് ഡി എൽ ആയിട്ട് കൺസിഡർ ചെയ്തു. ഈ ഡി എല്ലും എയും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രിയാണ്. എന്നിട്ട് പറയാണ് ഡി എല്ലും എയും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രിയാണ്. ഇനി നമ്മളിവിടെ ഈ ബയോട്ട് സവാർട്ട് ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ബയോട്ട് സവാർട്ട് ലോ എഴുതി. നമുക്കറിയാം dB is equal to μ0/4π IDL sin θ/r². ഇതാണ് നമ്മുടെ ബയോട്ട് സവാർട്ട് ലോ. പറഞ്ഞു ഈ ഡി എല്ലും എയും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ തീറ്റയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 90 ഡിഗ്രി കൊടുത്തൂടെ? അപ്പൊ തീറ്റ is equal to 90 ഡിഗ്രി ആകുമ്പോൾ 90 ഡിഗ്രി കൊടുത്തു. നമുക്കറിയാം sin 90 എന്ന് പറഞ്ഞാല് 1 ആണ്. അപ്പൊ ഈ ടേം 1 ആയിട്ട് പോയി. ബാക്കിയെല്ലാം അതുപോലെ തന്നെ dB is equal to μ0/4π IDL/r². അതേപോലെ ഇത് നമ്മൾ കോമൺ ആയിട്ട് ആറാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ അത് വെച്ചിട്ടാണ് ആറെന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞു ആറിന്റെ സ്ഥാനത്ത് നമ്മളിവിടെ റേഡിയസ് എ ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? എ എന്ന് കൊടുക്കണം. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു എ. അപ്പൊ എന്ത് വരും? ഈ ആറിന്റെ സ്ഥാനത്ത് എ കൊടുക്കുക. അതിനോട് കൂടെ തന്നെ ഇവിടെ നമ്മളിത് dB എന്ന് കാണിച്ചിട്ടുള്ളത് ഈ ചെറിയ ഈ ഒരു പോർഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് വേണം. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് സ്മോൾ സെഗ്മെന്റ് ഉണ്ടാവും അല്ലേ? അതിന്റെ എല്ലാം കൂടി മാഗ്നറ്റിക് ഫീൽഡിന്റെ സമ്മായിരിക്കും ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ സെഗ്മെന്റ് എടുത്ത് നമ്മൾ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്?
സമ്മേഷൻ μ0/4π ഐഡിയൽ ബൈ എ സ്ക്വയർ. അത് ടോട്ടൽ സമ്മ് ഓരോ ലെങ്തിന്റെയും ഓരോ dl എന്ന് പറഞ്ഞിട്ടുള്ള ലെങ്തിന്റെയും ടോട്ടൽ സമ്മ് എങ്ങനെയാണ് വരിക അതാണ് ഇവിടെ എഴുതാൻ പോണത്. μ0 ഇതിൽ നമുക്ക് നോക്കാം. ഈ μ0 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് μ0/4π എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ ഐയും കോൺസ്റ്റന്റ് ആണ്. ഇതിൽ കറന്റ് വാരി ചെയ്യുന്നുണ്ടോ? ഇല്ല. കറന്റ് എന്താണ്? കോമൺ ആണ്. കറന്റ് ഇങ്ങനെ ഓരോ പോർഷനിൽ എത്തുമ്പോഴും കറന്റ് മാറിക്കൊണ്ടിരിക്കണില്ല. കറന്റ് എല്ലാ ഭാഗത്തും കോമൺ ആണ്. അപ്പൊ ഐയും കോൺസ്റ്റന്റ് ആണ്. അതേപോലെ ഇതിലെ റേഡിയസ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. റേഡിയസും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ μ0I/4πa² എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ ബാക്കിയുള്ളതിന് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? സമ്മേഷൻ ചെയ്താൽ മതി. അപ്പൊ μ0I/4πa² നമ്മൾ പുറത്തെടുത്തു. ബാക്കി സമ്മേഷൻ dl മാത്രമാണ് ഉള്ളത് സമ്മേഷനിൽ. അപ്പൊ സമ്മേഷൻ dl. അപ്പൊ ഈ സിഗ്മ dl എന്ന് പറഞ്ഞാൽ എന്താണ്? 2πa. സിഗ്മ dl എന്ന് പറഞ്ഞാല് ഈ സർക്കുലർ കോയിലിന്റെ ടോട്ടൽ ലെങ്ത് അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ദ കോയിൽ ആയിരിക്കും സിഗ്മ dl എന്ന് പറഞ്ഞാല്. ടോട്ടൽ ലെങ്ത്തിന്റെ സമ്മ് പറഞ്ഞാല് ഓരോ സ്മോൾ സെഗ്മെന്റിന്റെയും കൂടി ടോട്ടൽ സമ്മ്. അപ്പൊ എന്തായിരിക്കും വരിക? സർക്കംഫറൻസ് ഓഫ് ദ കോയിൽ. ഒരു കോയിൽ എന്ന് പറഞ്ഞാല് സർക്കുലർ ഷേപ്പിലാണ്. അപ്പൊ ആ സർക്കുലർ ഷേപ്പിലായതുകൊണ്ട് അതിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാല് 2πa ആണ് അല്ലെ. റേഡിയസ് a ആയതുകൊണ്ട് 2πa ആണ്. അപ്പൊ നമ്മള് 2πa എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഈ സിഗ്മ dl സ്ഥാനത്ത് 2πa കൊടുക്കണം. അപ്പൊ എന്താ വരിക? μ0I/4πa² ഇൻറ്റു 2πa. ഇതില് പയ്യും ക്യാൻസൽ ആയിപ്പോയി. 2ഉം 4ഉം a² എയും ഈ എയും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തൊക്കെയാണ് വരിക? ബാക്കി വരുന്നത് μ0I/2a. ഇതിൽ μ0ന്റെ വാല്യൂ നമുക്കറിയാം 4π × 10⁻⁻7 ആണ്. ഇത് നമ്മൾ ഇഫ് ദ കോയിൽ ഹാസ് n ടേൺസ്. ഇപ്പൊ ഇവിടെ നമ്മളൊരു സിംഗിൾ കോയിലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സിംഗിൾ കോയിൽ ആകുമ്പോഴാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് μ0I/2πa ആവുന്നത്. ഇനി നമ്മൾ n നമ്പർ ഓഫ് ടേൺസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് വരും? b = μ0ni/2a. ഇവിടെ ഒരു എന്നും കൂടി ആഡ് ചെയ്യേണ്ടി വരും. μ0ന്റെ വാല്യൂ കൊടുത്തു 4π × 10⁻⁻7 ni/2a. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്, തിയറിയും ചോദിക്കാറുണ്ട്. ഒരു കറന്റ് ക്യാരി കണ്ടക്ടർ സർക്കുലർ കോയിലിന്റെ ഷേപ്പിലാണെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണിത്. അതുപോലെ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയണത് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതൊരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ. ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാറില്ല. അപ്പൊ ആ ഇക്വേഷൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് F = BIL sin θ. അതിൽ F എന്ന് പറഞ്ഞാല് ഫോഴ്സ്, B യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, I കറന്റ്, L ലെങ്ത് ഓഫ് കണ്ടക്ടർ, θ ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറന്റ്. ഇതാണ് ഫോഴ്സ് ഓഫ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഏതൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ F = BIL sin θ. ഇനി θ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്താവും വരിക? തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ 90 ഡിഗ്രി കൊടുത്ത സൈൻ 90 വരുമ്പോൾ 1 അപ്പൊ F = BIL. ഓക്കെ. ഇനി അടുത്തൊരു ടോപ്പിക് കൂടി നോക്കുക. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇത് നിങ്ങൾ ചിലപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പൊ നമ്മള് കൈ ഇങ്ങനെ പിടിക്കുകയാണ്. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഈ 3 ഫിംഗേഴ്സ് തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ഇതിങ്ങനെ പിടിക്കാം. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഫോഴ്സ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ തമ്പാണ്. If the thumb, 4 finger and the middle finger of the left hand are put mutually at right angles. അത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലുള്ള തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ഇവ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 90 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ പിടിക്കുക. 90 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ പിടിക്കുക.
ആൻഡ് ദ forefinger ഈസ് പോയിന്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ്. forefinger ആണ് എന്ത്? ഡയറക്ഷൻ ഓഫ് ദ കറന്റ്. ഇത് ഡയറക്ഷൻ ഓഫ് ദ കറന്റ്. forefinger ആണ് നമ്മുടെ ഡയറക്ഷൻ ഓഫ് ദ കറന്റ്. ദെൻ ദ തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഈ തമ്പ് ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓർ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. മറ്റേ നമ്മളെ മിഡിൽ ഫിംഗർ ആണെന്ത്? ഫീൽഡ്. അപ്പൊ ഇത് ഫോഴ്സ്, കറന്റ്, മാഗ്നറ്റിക് ഫീൽഡ്. ഫോഴ്സ്, കറന്റ്, മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് വരയ്ക്കാം. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിനെ കൺസിഡർ ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡിലുള്ള മിഡിൽ ഫിംഗർ, ഫോർ ഫിംഗർ, തമ്പ്, ഈ മൂന്നെണ്ണം നമ്മൾ റൈറ്റ് ആംഗിൾ ആയിട്ട് നമ്മൾ പിടിക്കാം. അതിനുശേഷം നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഫോർ ഫിംഗർ ആണ് നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. മിഡിൽ ഫിംഗർ ആണ് നമ്മുടെ ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നത്. തമ്പാണ് നമ്മുടെ ഫോഴ്സിന്റെ ഡയറക്ഷനും കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ പറയുന്നത്. ഇനി അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതിൽ നമ്മൾ ഫോഴ്സിനുള്ള ഇക്വേഷൻ എഴുതി. F is equal to BIL സൈൻ തീറ്റ. തീറ്റ is equal to ഇവിടെ 90 ഡിഗ്രി ആണ് അല്ലെ, നമ്മൾ റൈറ്റ് ആംഗിളിലാണ് പിടിച്ചിട്ടുള്ളത്. അപ്പൊ റൈറ്റ് ആംഗിൾ അതുകൊണ്ട് തീറ്റ is equal to 90 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ സൈൻ തീറ്റയുടെ സ്ഥാനത്ത് സൈൻ 90 is equal to 1 ആയതുകൊണ്ട് നമുക്ക് F is equal to BIL. അത് നമുക്ക് ബിക്കുള്ള ഇക്വേഷൻ എഴുതിക്കൂടെ? B is equal to F/IL. ഇതിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ ആംബിയർ മീറ്റർ. ആംബിയർ എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ യൂണിറ്റും മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ യൂണിറ്റും. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിൽ മാഗ്നറ്റിക് എഫക്റ്റ് എന്താണ്? അതുപോലെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ, ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക, അത് ഏതൊക്കെ ഫാക്ടേഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ അത് ഉപയോഗിച്ച് നമ്മൾ ബയോഡ് സവാർട്ട് ലോ പറഞ്ഞു. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എ സർക്കുലർ കോയിൽ, ഒരു സർക്കുലർ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്. അതുപോലെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകിൽ ബയോഡ് സവാർട്ട് ലോ ചോദിക്കും, അല്ലെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ സർക്കുലർ കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ, ഈ കാര്യങ്ങൾ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോണത് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ചെറിയ തോതിലുള്ള ഇലക്ട്രിക് കറന്റ് പോലും മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. അപ്പോൾ ഈ ചെറിയ കറണ്ടൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്താണ്? ദ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഈസ് എ വെരി സെൻസിറ്റീവ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ആൻഡ് മെഷർമെന്റ് ഓഫ് സ്മോൾ ഇലക്ട്രിക് കറന്റ്. അപ്പോൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതിയാൽ മതി. ഇതിൻ്റെ പ്രിൻസിപ്പിൾ പറയാൻ പോവാണ്. വെൻ എ കണ്ടക്ടർ ക്യാരിയിങ് എ കറന്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസ് എ മെക്കാനിക്കൽ ഫോഴ്സ്. അതായത് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇഫ് എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L ക്യാരിയിങ് എ കറന്റ് I, നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള കണ്ടക്ടറിന്റെ ലെങ്ത് L-ഉം അതുപോലെ കറന്റ് I-യും ആണെങ്കിൽ ഈസ് ഹെൽഡ് പെർപെൻഡിക്കുലർ ടു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇന്റൻസിറ്റി B. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B ആണ്. ദ ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ ഈസ് F is equal to BIL. ശരിക്കും ഇവിടെ ഇക്വേഷനിൽ F is equal to BIL സൈൻ തീറ്റ എന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തീറ്റ 90 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ F is equal to BIL. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററും വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ഫോസ്ഫർ ബ്രോൺസ് സ്ട്രിപ്പ്, ഇത് പ്ലെയിൻ മിറർ, ഇത് നമ്മുടെ കോയില്, ഇത് മാഗ്നറ്റ്, ഇത് സ്പ്രിംഗ് സ്ട്രിപ്പ്. ഇവിടെ എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്.
The galvanometer essentially consists of a flat coil of insulated copper wire. അതായത് ഗാൽവനോമീറ്റർ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് കോയിൽ. ഇൻസുലേറ്റഡ് കോപ്പർ വയർ കൊണ്ടുണ്ടാക്കിയ ഫ്ലാറ്റ് കോയിലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കോപ്പർ വയർ കൊണ്ടുണ്ടാക്കിയ ഫ്ലാറ്റ് കോയിൽ. അപ്പോൾ ആ കോപ്പർ വയറിന്റെ പുറത്ത് തന്നെ ഒരു അലൂമിനിയം ഫ്രെയിം കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കോപ്പർ വയറാണ്. ആ കോപ്പർ വയറിന്റെ പുറത്ത് ഒരു അലൂമിനിയം ഫ്രെയിം കോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അലൂമിനിയം ഫ്രെയിം കോട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്ലാറ്റ് കോയിലാണ് ഇവിടെ നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സസ്പെൻഡഡ് ബൈ എ ഫോസ്ഫർ ബ്രോൺസ് വയർ. അപ്പം ഇത് എവിടെ നിന്നാണ് കൊടുത്തിട്ടുള്ളത്? ഒരു ഫോസ്ഫർ ബ്രോൺസ് വയർ സ്ട്രിപ്പിൽ നിന്നാണ് നമ്മളത് കണക്ട് ചെയ്തിട്ടുള്ളത്. ബിറ്റ്വീൻ ദ പോൾ പീസസ് ഓഫ് എ പവർഫുൾ മാഗ്നറ്റ്. അതുപോലെ തന്നെ ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ ഫോസ്ഫർ ബ്രോൺസ് വയറിൽ നിന്നാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ രണ്ട് മാഗ്നറ്റിന്റെ രണ്ട് പോൾ പീസസ്, ആ പോൾ പീസസിന്റെ സെൻട്രലായിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദ മാഗ്നറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് കോൺകേവ് പോൾ പീസസ്. ഈ മാഗ്നറ്റ് ഏത് തരത്തിലുള്ളതാണ്? കോൺകേവ് ആയിട്ടുള്ള മാഗ്നറ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു കോയിലാണ്, ഒരു ഫ്ലാറ്റ് കോയിലാണ്. ആ ഫ്ലാറ്റ് കോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കോപ്പർ വയർ കൊണ്ടാണ്. ആ കോപ്പർ വയറിനെ നമ്മുടെ അലൂമിനിയം ഫ്രെയിം ഉപയോഗിച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് രണ്ട് മാഗ്നറ്റിന്റെ പോൾ പീസസിന്റെ സെൻട്രലായിട്ടാണ്. ഓക്കെ, ദ മാഗ്നറ്റ് ഈസ് അപ്പോൾ തന്നെ ഈ മാഗ്നറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കോൺകേവ് പോളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു മേക്ക് ദ മാഗ്നറ്റിക് ഫീൽഡ് റേഡിയൽ ആൻഡ് അറേഞ്ച് ദാറ്റ് it is always parallel to the plane of the coil for all position, a soft iron block is placed at the center without touching the coil. അപ്പോൾ ഇതിന്റെ സെന്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സോഫ്റ്റ് അയൺ ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എവിടെയും ടച്ച് ചെയ്യാതെയാണ് നമ്മളത് അയൺ ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മാഗ്നറ്റിക് ഫീൽഡ് റേഡിയൽ ആക്കാനും അതുപോലെ തന്നെ പാരലൽ ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അത് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു സോഫ്റ്റ് അയൺ ബ്ലോക്ക്. ദ കറന്റ് ടു ബി മെഷേർഡ് എൻറ്റേഴ്സ് ത്രൂ സസ്പെൻഷൻ വയർ. അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റിലേക്ക് വരുന്ന കറന്റിന് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സസ്പെൻഷൻ വയർ. ആ സസ്പെൻഷൻ വയറിലൂടെയാണ് നമ്മൾ വരുന്ന കറന്റ് മെഷർ ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ആൻഡ് ലീവ്സ് ത്രൂ സ്പ്രിംഗ് സ്ട്രിപ്പ്. അത് നമ്മൾ റിലീസ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന കറന്റ് മെഷർ ചെയ്യുന്നത് സ്പ്രിംഗ് സ്ട്രിപ്പിലൂടെയാണ്. ബിലോ ദ കോയിൽ, ഈ താഴെ കാണിച്ചിട്ടുള്ള ഈ സ്പ്രിംഗ് സ്ട്രിപ്പിലൂടെയാണ് നമ്മൾ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറന്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ? ഓക്കെ, എ സ്മോൾ മിറർ ഈസ് അറ്റാച്ച്ഡ് ടു ദ സസ്പെൻഷൻ വയർ. ഒരു സ്മോൾ മിററും നമ്മളെ സസ്പെൻഷൻ വയറിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ തിയറി പറയാൻ പോവാണ്. തിയറി എന്ന് പറഞ്ഞാൽ ലെറ്റ് എൽ ആൻഡ് ബി ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ കോയിൽ. എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ഈ കോയിലിന്റെ ലെങ്ത്, ഇതിന്റെ ലെങ്ത്തും ബി ബ്രെഡ്ത്തും. ലെറ്റ് ദ കറന്റ് പാസിംഗ് ത്രൂ ദ കോയിൽ ബി ഐ. ഇവിടെ പാസ് ചെയ്യുന്ന കറന്റ് ഐ ആണ്. ഇഫ് ബി ഈസ് ദ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. The force experienced is F is equal to BIL. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഈ ഒരു തിയറി ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററും വർക്ക് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ദ ഫോഴ്സ് ഓൺ ദ ടു വെർട്ടിക്കൽ സൈഡ്സ് ആർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം അവിടെ ഉണ്ടാകുന്ന ടു ഫോഴ്സസ് അതെന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. അപ്പോൾ ഒരു സൈഡിൽ ഉണ്ടാകുന്ന ഫോഴ്സ് മറ്റേ സൈഡിൽ ഉണ്ടാകുന്ന ഫോഴ്സ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ദീസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് കൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കപ്പിൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് അല്ലേ? ഇങ്ങനെ ഇതുപോലെയൊക്കെ ഇതുപോലെ ഇതും എഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് കൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ സെയിം ഈക്വൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഒരു കപ്പിൾ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ദീസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ ഓഫ് മൊമെന്റ് C1. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കപ്പിൾ മൊമെന്റിനെ നമ്മൾ C1 ആയിട്ട്
കൺസിഡർ ചെയ്തത്. നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിനൊരു ഇക്വേഷൻ നമുക്കറിയാം, സി ഈക്വൽ ടു എഫ് ഇൻറ്റു എ ബി ആണ്. എഫ് പറഞ്ഞാൽ ഫോഴ്സ്, എ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെങ്ത്. അപ്പോൾ എഫിന്റെ സ്ഥാനത്ത് ഇവിടെ എഫ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കൊടുത്തു. ഇൻറ്റു എ ബി പറഞ്ഞുള്ള അതിൻ്റെ ഇവിടെ ഈ മിററിന്റെ ബ്രെഡ്ത്ത്, ലെങ്ത് അല്ല ബ്രെഡ്ത്ത്. ഈ ബ്രെഡ്ത്താണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണത് എ ബിയുടെ സ്ഥാനത്ത്. ഇതിൽ എൽ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയയാണ്. അപ്പോൾ എല്ലിൻ്റെ ബിന്റെ സ്ഥാനത്ത് നമ്മൾ ഏരിയ എന്ന് കൊടുത്തു. ഇഫ് ദർ ആർ, ഇവിടെ നമ്മൾ ഒരൊറ്റ ടേൺ മാത്രമാണ് അല്ലേ, ഈ ഗാൽവനോമീറ്റർ ഒറ്റ തവണയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി നമ്പർ ഓഫ് എൻ ടേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താവും, ഒരു എൻ ആണെങ്കിൽ എന്ത് ലെറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ലെറ്റർ. അപ്പോൾ NBI. ദിസ് കപ്പിൾ ടെൻസ് ടു റൊട്ടേറ്റ് ദ കോയിൽ. അപ്പോൾ ഈ ഒരു കപ്പിൾ കാരണമാണ് നമ്മുടെ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. വെൻ ദ കോയിൽ ഗെറ്റ്സ് ഡിഫ്ലക്റ്റഡ്, അപ്പോൾ ആ കോയിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് സസ്പെൻഷൻ വയർ ഈസ് ട്വിസ്റ്റഡ്. അപ്പോൾ ഈ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു മിറർ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ മിററിൽ വന്നിട്ട് ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് അവിടെ കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇഫ് ആൽഫ ഈസ് ദ കപ്പിൾ റിക്വയർഡ് ടു ഡിസ്റ്റ് ദ സസ്പെൻഷൻ വയർ ത്രൂ ദ യൂണിറ്റ് ആംഗിൾ, ദ ഡിഫ്ലക്ഷൻ തീറ്റ ഓഫ് ദ കോയിൽ വിൽ ബി സച്ച് ദാറ്റ് ദ റീസ്റ്റോറിംഗ് കപ്പിൾ ആൽഫ തീറ്റ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അത് എന്താണ്, മിററിലേക്ക് വന്നിട്ട് ഡിഫ്ലക്ട് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു റീസ്റ്റോറിംഗ് കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് എന്ത്, ആൽഫ തീറ്റ ഈസ് ഈക്വൽ ടു ദ ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ, ഇത് റീസ്റ്റോറിംഗ് കപ്പിൾ. ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ, റീസ്റ്റോറിംഗ് കപ്പിൾ. അപ്പോൾ ഈ ഡിഫ്ലക്റ്റിംഗ് കപ്പിളും റീസ്റ്റോറിംഗ് കപ്പിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എന്ത് ചെയ്യുക, NBI ഈസ് ഈക്വൽ ടു ആൽഫ തീറ്റ. ഇത് നമുക്ക് ഐ കാണുന്ന ഇക്വേഷൻ എഴുതാം. ഐ ഈസ് ഈക്വൽ ടു ആൽഫ തീറ്റ ബൈ NBI. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും എക്സാമിന് എഴുതണമെന്നില്ല, ജസ്റ്റ് സ്റ്റാർട്ടിങ് എഴുതുക. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൽ റീസ്റ്റോറിങ്, ഇത് ഡിഫ്ലക്റ്റിംഗ് കപ്പിളും, സി എന്ന് പറഞ്ഞ കപ്പിൾ എന്താണ്, ഡിഫ്ലക്റ്റിംഗ് കപ്പിളാണ്. അത് ഡിഫ്ലക്റ്റിംഗ് കപ്പിളാണെന്ന് എഴുതുക. ഇത് റീസ്റ്റോറിംഗ് കപ്പിൾ, വി ഹാവ് റീസ്റ്റോറിംഗ് കപ്പിൾ ആൽഫ തീറ്റ എന്ന് എഴുതുക. ദാറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് കപ്പിൾ ഈസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് കപ്പിൾ. എന്നിട്ട് അത് വെച്ചിട്ട് ഐ കാണാനുള്ളൊരു ഇക്വേഷനും എഴുതുക. അപ്പം അത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഈ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ കൺസ്ട്രക്ഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്, ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എഴുതുമ്പോൾ 6 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്താണെന്നുള്ളത് എഴുതുക. അതുപോലെ അതിൻ്റെ പ്രിൻസിപ്പിള്, കൺസ്ട്രക്ഷൻ, തിയറി എല്ലാം ചെറുതായിട്ടൊന്ന് എഴുതുക. ഓക്കെ.